ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മളൊരു വീക്ക്ലി സ്റ്റോറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് വീക്ക്ലി സ്റ്റോറിയാണ്. അപ്പോൾ അതിന് നമുക്ക് വിളിക്കാം. ഹലോ, ഓക്കെ. അപ്പോ ഞങ്ങൾ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് അപ്പൊ നമുക്ക് തുടങ്ങാം. വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു വരരുചി. രാജാവിനാണെങ്കിൽ അദ്ദേഹത്തെ വളരെ കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവ് ഒരു ചോദ്യവുമായി വന്നു. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണ് എന്നായിരുന്നു ആ ചോദ്യം. രാജാവ് അത് വരരുചിയോടായി ചോദിച്ചു. പണ്ഡിതനെങ്കിലും വരരുചി ആശയക്കുഴപ്പത്തിലായി. കൃത്യമായ ഉത്തരം തേടി വരരുചി യാത്രയായി. വരരുചി വിശ്രമിക്കാനായി ഒരു മരച്ചൂട്ടിലിരുന്നു. യാത്രാക്ഷീണത്താൽ ഇരുന്നപാടെ വരരുചി മയങ്ങിപ്പോയി. പക്ഷികളുടെ ഭാഷ അറിയാവുന്ന വരരുചി ഒരു ശബ്ദം കേട്ടാണ് മയക്കത്തിൽ നിന്നുണർന്നത്. അത് മറ്റാരുമായിരുന്നില്ല, രണ്ട് പക്ഷികളായിരുന്നു. ആ പക്ഷികളുടെ സംഭാഷണം കേട്ട വരരുചി ഒന്ന് ഞെട്ടിപ്പോയി. ആ സംഭാഷണം നമുക്കിവിടെ ഒന്ന് കണ്ടാലോ? താഴ്ത്തിരിക്കുന്ന ആൾ ആരാണ്? അയാളെ നിനക്ക് അറിയില്ലേ? വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ ഒന്നാണ്. ആ, ഞാനും കേട്ടിരുന്നു. രാമായണത്തിലെ പ്രധാനപ്പെട്ട വരികൾ ഇയാൾ അന്വേഷിക്കുകയാണല്ലേ? ഈ മാംവിദ്യ എന്ന ശ്ലോകം പോലും അറിയാത്ത ഇയാൾ എന്തൊരു വിദ്യയാണ്. അതെ അതെ. നീ എവിടെ പോയതാണ്? അതും നീ അറിഞ്ഞില്ലേ? ഇയാളുടെ വധുവാകേണ്ട ഒരു നീചജാതിയിൽപ്പെട്ട ഒരു കുഞ്ഞ് ഈ അടുത്ത് ഇവിടെ ജനിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ കാണാനാണ് ഞാൻ പോയത്. ആണോ എന്ന് പറഞ്ഞ് രണ്ട് കിളികളും പറന്നുപോയി. ശ്ലോകം കിട്ടിയ സന്തോഷത്തിൽ വരരുചി അവിടെ നിന്ന് എഴുന്നേറ്റ് കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് വരരുചി രാജാവിന് ശ്ലോകം കേൾപ്പിച്ചു കൊടുത്തു. രാജാവ് വരരുചിക്ക് പാരിതോഷികവും നൽകി. താനൊരു നീചജാതിക്കാരിയെയാണ് വിവാഹം ചെയ്യുക എന്ന് പറഞ്ഞ് പക്ഷികളുടെ വാക്കുകൾ വരരുചിയെ അലട്ടിക്കൊണ്ടിരുന്നു. താല്പര്യമില്ലാത്തവരെ ഇല്ലായ്മ ചെയ്യാൻ പുരോഹിത വർഗത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അതിനായി വരരുചി ഒരു വിദ്യ കണ്ടുപിടിച്ചു. ആ തന്ത്രം എന്തായിരുന്നെന്ന് വെച്ചാൽ ആ നവജാത ശിശുവിനെ നാട് കടത്തുക. ആ ശിശു നമ്മുടെ നാടിനെ ഒരുപാട് ദോഷങ്ങൾ വരുത്തി വെക്കും എന്ന കള്ളം പറഞ്ഞാണ് വരരുചി രാജാവിനോട് ഈ കാര്യം അവതരിപ്പിച്ചത്. പ്രജാതൽപരനായ രാജാവ് വരരുചിയുടെ വാക്കുകൾ സ്വീകരിച്ചു. അവരാ കുഞ്ഞിനെ പുഴയിലൂടെ ഒഴുക്കി വിട്ടു. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി പാർട്ട് 2 കാണാം. ബൈ ബൈ.